പ്രേക്ഷകരേറെ കാത്തിരിക്കുന്ന എമ്പുരാൻ റിലീസ് ദിവസമായ മാർച്ച് 27-ന് അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിലെത്തുന്നത് കറുപ്പ് വസ്ത്രമണിഞ്ഞാണ്. അന്നേ ദിവസം കറുത്ത ഉടുപ്പ് അണിഞ്ഞ് സിനിമ കണ്ടാലോ എന്നാണ് ആശീർവാദ് സിനിമാസിന്റെ ചോദ്യം. എക്സിലെ ആശീർവാദിന്റെ അക്കൗണ്ടിലൂടെയാണ് ഇങ്ങനെയൊരു ആഹ്വാനം അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ് പൃഥ്വിരാജ് റീഷെയർ ചെയ്തിട്ടുമുണ്ട്. മറുപടിയായി ഞാൻ തയ്യാർ, ലാലേട്ടന്റെ കാര്യവും ഞാൻ ഏറ്റു എന്നും പൃഥ്വിരാജ് കുറിച്ചിട്ടുണ്ട്. ഇതോടെ ആരാധകരടക്കം ഈ ഡ്രസ് കോഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിലും മോഹൻലാൽ, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് എത്തിയത്. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടി വെളുത്ത വസ്ത്രം ധരിച്ചെത്തിയതും അന്ന് കൗതുകമായിരുന്നു. ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികളും ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രമായി മാറുകയാണ് എമ്പുരാൻ. മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമയാണ്. 150 കോടി രൂപ ബജറ്റിലെത്തുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകളാണ് സൃഷ്ടിച്ചത്. മലയാള സിനിമ ഇന്നുവരെ കാണാത്ത റെക്കോർഡുകളാണ് ബുക്കിംഗ് ആരംഭിച്ച് 2 ദിവസം കഴിയുമ്പോഴും എമ്പുരാൻ തുറന്നുവയ്ക്കുന്നത്. 6,45,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് 24 മണിക്കൂറിൽ ചിത്രം വിറ്റത്. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താൽപര്യം പ്രകടിപ്പിച്ച സിനിമയും എമ്പുരാനായിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഹോംബാലെ ഫിലിംസാണ് കർണാടകയിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള AA ഫിലിംസാണ്. ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ ദിൽരാജും SVC റിലീസും ചേർന്നാണ് വിതരണം. ഫാൾസ് ഫിലിംസ്, സൈബബ് സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് വിതരണം. UK-ലും യൂറോപ്പിലും RFT എന്റർടൈൻമെന്റ്സ് ആണ് വിതരണം. 2019-ൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ 2ാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളീഗോപി തിരക്കഥ നിർവഹിക്കുന്നു. 3 ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.